ക്വാറന്റൈൻ വേണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കേന്ദ്രത്തിന്റെ മാനദണ്ഡം അപ്രകാരമാണ് വിമാനത്താവളങ്ങളോട് ചേർന്നോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ച സ്ഥലങ്ങളിലോ അവരെ ക്വാറന്റൈൻ ചെയ്യണം. ഇതായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം. പക്ഷേ സംസ്ഥാനം തീരുമാനിച്ചത് 7 ദിവസം, രോഗലക്ഷണമുള്ളവർക്ക് 7 ദിവസം സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിരീക്ഷണം. അതിനുശേഷം 7-ാം ദിവസം PCR ടെസ്റ്റ് നടത്തും. അതിൽ നെഗറ്റീവ് എന്ന് തെളിഞ്ഞാൽ അവരെ വീടുകളിലേക്ക് അയക്കും. പിന്നീട് 7 ദിവസം അവിടെയാകും നിരീക്ഷണം. അല്ല, രോഗലക്ഷണം ഇല്ലാത്തവരെ വീടുകളിലേക്ക് നേരിട്ട് അയക്കാനും സർക്കാർ തീരുമാനിച്ചു. പക്ഷേ മുഴുവൻ പേരെയും 14 ദിവസം സർക്കാർ ക്വാറന്റൈൻ വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇക്കാര്യം മന്ത്രിസഭ ചർച്ച ചെയ്തു. ഇപ്പോഴും ഇത്തരത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. 7 ദിവസത്തെ ക്വാറന്റൈൻ മതിയെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത്. കേന്ദ്രം ഇത്തരമൊരു കർശന നിബന്ധന തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കാണ് സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള എല്ലാ ദിവസത്തെയും അവലോകന യോഗത്തിൽ ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യും. വേണ്ടുമെന്നാൽ കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്യും. 14 ദിവസം ക്വാറന്റൈൻ എന്നത് അപ്രായോഗികമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. 7 ദിവസം ക്വാറന്റൈൻ ചെയ്താൽ തന്നെ മതിയാകും. 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ വീടുകളിലേക്ക് അയക്കുകയും അവിടെ നിരീക്ഷണം തുടർന്നാൽ മതിയെന്നുമാണ് സർക്കാരിന്റെ തീരുമാനം. അത്തരമൊരു ധാരണയാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. പക്ഷേ കേന്ദ്രം അതേ നിലപാടിൽ 14 ദിവസത്തിന് വേണം നിലപാട് ഉറച്ചു നിന്നാൽ സംസ്ഥാനത്തിനും അതിലേക്ക് പോകേണ്ടി വരും. ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആലോചിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ ലഭ്യമായ മറ്റ് വിവരങ്ങൾ കൂടി പറയൂ അരുൺ. മദ്യവിൽപ്പനശാലകളുടെ കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടായില്ല. ഈ ഘട്ടത്തിൽ അത് വേണ്ട എന്ന മുഖ്യമന്ത്രി നിലപാട് തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ധനവകുപ്പോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പോ മുന്നോട്ട് വച്ചില്ല. ഇന്നലെ എക്സൈസ് വകുപ്പ് ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി വരും, അവിടെ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടുകൂടി അതിനുള്ള സാധ്യത മങ്ങുകയായിരുന്നു. മദ്യവിൽപ്പനശാലയുടെ കാര്യം ഇനി തീരുമാനിക്കുക മിക്കവാറും മെയ് 17 ശേഷം, ലോക്ക്ഡൌണിന്റെ ഈ ഘട്ടം അവസാന ശേഷം മാത്രമാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കൂടുതൽ ലളിതമാവുകയും രോഗവ്യാപന ഭീതി പൂർണ്ണമായും മാറുകയും ചെയ്യണം. അതല്ലാതെ സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ മെയ് 17 മുമ്പ് തുറക്കാനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ്. മദ്യത്തിന്റെ സെസ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും മന്ത്രിസഭാ യോഗത്തിലുണ്ടായില്ല. മറ്റൊന്ന് മന്ത്രിസഭാ യോഗം പരിഗണിക്കാതെ പോയത് SSLC +2 VHSC പരീക്ഷ നടത്തിപ്പാണ്. ഈ മാസം അവസാനം പരീക്ഷ നടത്തിപ്പ് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു. മെയ് 20 SSLC പരീക്ഷകൾ ആരംഭിക്കാനായിരുന്നു. അതിനു മുൻപേ തന്നെ മൂല്യനിർണ്ണയം ആരംഭിക്കാനും ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് അതും വന്നില്ല. ലോക്ക്ഡൌണിന്റെ ഈ ഘട്ടം കഴിഞ്ഞിട്ട് മതി പരീക്ഷ നടത്തിപ്പെന്നാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരം കാര്യങ്ങളൊന്നും മന്ത്രിസഭാ യോഗം പരിഗണിച്ചു പോലുമില്ല. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. 3 വാർഷികങ്ങളും വളരെ വിപുലമായ രീതിയിൽ സംസ്ഥാനത്ത് ആഘോഷിക്കപ്പെട്ടതുമാണ്. പക്ഷേ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ മാറ്റിവച്ചിരിക്കുന്നു. കോവിഡിന് ശേഷം മാത്രമാകും, കോവിഡ് ഭീതി ഒഴിഞ്ഞ് സംസ്ഥാനം സാധാരണ നിലയായ ശേഷം മാത്രമാകും അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുക. ഏറ്റവും പ്രധാനം ഈ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവരുടെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ ചർച്ചകൾ ഇന്നത്തെ ഉന്നത യോഗത്തിലുണ്ടാകും. അതിനുശേഷമാകും കേന്ദ്രം നിർദ്ദേശിച്ച 14 ദിവസം വേണോ, സംസ്ഥാനത്തിന്റെ 7 ദിവസം വേണോ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനമുണ്ടാകേണ്ടത്. യെസ്, മന്ത്രിസഭ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചാണ് അരുൺ വ്യക്തമാക്കിയത്. പ്രവാസികളുടെ ക്വാറന്റൈൻ 14 ദിവസം ആക്കണമെന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശം. അതിലേക്ക് സംസ്ഥാനത്തിന് പോകേണ്ടി വരുമോ എന്നുള്ളത് അറിയാം. സംസ്ഥാനം 7 ദിവസം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്ര നിർദ്ദേശം 14ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബാക്കി വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടായില്ല എന്നറിയുന്നു. മറ്റു പ്രതിനിധികൾ കൂടി ചേരുന്നു. മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോഴിക്കോട് നിന്ന് വിനീഷ്